ഞാനെല്ലാം പറഞ്ഞോണ്ടേ ഒരു കുറച്ച് കാശ് ടീമാ. നമ്മൾ നിങ്ങളായിട്ടൊന്നും കാര്യം പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞെല്ലാം റെഡിയാക്കി തന്നോളാം. നീ കുറച്ച് അടക്കത്തിലോ ഒതുക്കിലോ നിന്ന് കഴിഞ്ഞാൽ ഈ കാണുന്നില്ല നിനക്കുള്ളതാ. അവരെ വിളിച്ചു നോക്കറേ. അദ്ദേഹം അതൊരു കൂടെ ഉണ്ട്. അദ്ദേഹം വരുമ്പോഴത്തേക്കേ നീ കുറച്ച് ബഹുമാനം കാണിച്ചാൽ എന്നും ചുമ്മാ എഴുതിൻ്റെ ഒക്കെ നേരെ. ഞങ്ങളുടെ കുടുംബക്കാർക്കൊക്കെ ഇച്ചിരി ബഹുമാനം കൂടുതലാ, അതുകൊണ്ടാണ് നീ ചെറുക്കാൻ നിന്നത്. ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ. ഗിരിയേട്ടാ ഇതാ പയ്യൻ സുശീല്. ആ ഗിരിയേട്ടാ കുഞ്ഞൻ നിന്നായിരുന്നു അമ്മ എടുത്തു തന്നു. എന്നാ പിന്നെ സമയം കളയാതെ കുഞ്ഞിനെയും വിളി, നമ്മൾ കാര്യങ്ങളോട്ടും കാണാം. മോളെ ഗായത്രി നീ വാ. നിങ്ങളൊന്ന് സംസാരിക്കും, ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിക്കാന്ന്. മോളെ ഇതാ പയ്യനോട്. അമ്മായി ലഡു ഇല്ലയോ അമ്മായി? അവിടെ ഉടുപ്പിന് കൈയില്ല, പിന്നെ ലഡു. ഓക്കെ, നിങ്ങൾ പെട്ടെന്നുള്ള വര വേണ്ടി ഞങ്ങളൊന്നും കരുതിയില്ല. പിന്നെ ഞങ്ങളിവിടെ ഷുഗർ ഫ്രീയാ, അതുകൊണ്ട് ഈ പലഹാരങ്ങളൊന്നും ഇവിടെ വാങ്ങിച്ചു വെക്കാതെ. ഞാൻ കുറച്ച് പഞ്ചാരയാ. സോറി, ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കും പച്ചവള ഇഷ്ടം. പിന്നെ ഞങ്ങൾക്ക് ആണും പെണ്ണോട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവർ അമ്മയൊക്കെ അങ്ങനെ ഉണ്ടല്ല. പിന്നെ ഇവിടെ അവിടെ നിന്നൊക്കെയാണ് പഠിച്ചത്. ഞങ്ങൾക്ക് അതിനായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, മലയാളം ഒന്നും വലുതായിട്ട് വശമില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ചെറുക്കാൻ ഒട്ടും മോശമല്ല, ABC മൊത്തം എഴുതാനറിയാം. ആ ഗിരിയേട്ടാ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ ചേച്ചി, ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല, ഇവിടെ കുറച്ച് മോഡേണാണ്, ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങളുടെ ചെറുക്കാൻ അത്ര മോശമൊന്നുമല്ല. വിളിക്കാൻ നടക്കുന്ന വാച്ചൊക്കെ അവന്റെ കയ്യിലും ഉണ്ട്, അതൊന്ന് ഞെക്കി കാണിച്ചേ മോനെ. അല്ല അത് വിട്, പിള്ളേർക്ക് ഇനി എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കണം സംസാരിക്കട്ടെ. ഞങ്ങളുടെ ചെറുക്കൻ അങ്ങനെ വിളിച്ചും പാത്തൊന്നും കാര്യം പറയാറില്ല. ആന്റിക്ക് വല്ല മോനുണ്ടോ? ഞാൻ അവനെ കേട്ടായിരുന്നു. ആന്റിക്ക് കുറച്ച് മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. എന്തുവാ അച്ഛനും മോളോട് കുശലം പറച്ചില്? അല്ല മോള് ചോദിച്ചാ ചെറുക്കൻ എന്തെങ്കിലും കലാവാസന വല്ലതും ഉണ്ടോ? ചെറുക്കനങ്ങനെ കലാവാസന ഒന്നും. ആ ഞങ്ങളുടെ ചെറുക്കന് കലാവാസനയൊക്കെ ഉണ്ട്. അവൻ കുളിക്കാത്ത നേരത്തൊക്കെ സോപ്പും പതിനായിട്ട് കൊമള ഉണ്ടാക്കി വിടും, അതും പൊട്ടാതെ. വെരി ഫണ്ണി ഫെലോസ്. ഇഷ്ടപ്പെട്ട്. ഇപ്പൊ ഗിരിയേട്ടാ കാര്യങ്ങളൊക്കെ എങ്ങനെ? എന്ത് നിങ്ങൾ ഉദ്ദേശിച്ചേ? ഞങ്ങൾക്കൊരു 10 പവനും 10 ലക്ഷം രൂപയും കിട്ടണം. അപ്പൊ അത്രയും കാശ് തരുമ്പോ നിങ്ങൾ ആ ചെറുക്കനെ ഇവിടെ എടുത്തിട്ട് പോകും? അതെന്തോ ഗിരിയേട്ടാ അങ്ങോട്ട് സംസാരം? അല്ല പോക്കറേ, ഞാൻ ഇപ്പൊ ഒരു കടയിൽ പോയിട്ടെ സാധനം വാങ്ങിക്കുന്ന നേരത്ത് അവർ ഇങ്ങോട്ട് കാശ് തന്നിട്ടല്ല സാധനം തരുന്നത്. ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് സാധനം വന്നിരുന്നത്. നിങ്ങളുടെ മോളെ നോക്കാനുള്ള കാശാ ചോദിക്കുന്നത്. എന്റെ മോക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസവും ജോലി അവക്കുണ്ട്. എന്തോലും തൽക്കാലം നിങ്ങൾക്ക് തരുന്നില്ല എന്റെ മോളെ. ആർക്ക് വേണം നിങ്ങളുടെ മോളെ? പാടാ അമ്മായി എനിക്ക് വേണം അമ്മായി. തന്റെ തോളെ കയറി ഇരിക്കുന്ന വെണിയാന്നുള്ളത് എനിക്ക് ആവശ്യം. അവിടെ കയ്യില്ലാത്തൊരു ഉടുപ്പും. അത് സീവലസ് അമ്മായി. ഇങ്ങോട്ട് പാടാ. ഗിരിയേട്ടാ അപ്പൊ എനിക്കുള്ള ഞാൻ പോവാന്. മോളെ അവനുള്ള കൊടുത്തേക്ക്.